ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ BPAG 174 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ദെൻ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള മേജർ കോമ്പണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് വെരി ബോറിങ് യൂണിറ്റ് ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ലോങ് യൂണിറ്റ്. അപ്പം എന്തായാലും ചെറിയൊരു ബോറിംഗ് ഉണ്ടാവും. കാരണം നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പ് വേർഷനാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ബോറിംഗ് ക്ലാസ്സിനുണ്ടാവും. പക്ഷേ ഇതൊക്കെ നമുക്ക് കടന്ന് പോകൽ നിർബന്ധമാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ പോകണം. അപ്പം അത് നിർബന്ധമാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. കുറേ ടെക്സ്റ്റിൽ വാരി വലിച്ച് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ അതിലൂടെയൊക്കെ ഒന്ന് വിരൽ ചലിപ്പിച്ചിട്ടെങ്കിലും നമ്മൾ പോകണമല്ലോ. ആ ഒരു രീതിയിലാണ് എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് ഒരുപാട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ. ഇപ്പം ഈ ഒരു ഡെവലപ്മെൻറ്റ് സംവിധാനം എന്നത് എപ്പോഴും ഒരു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണല്ലോ. അപ്പം അത് എക്കണോമിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റുമ്പോൾ അതൊക്കെ പരാജയപ്പെടുന്ന സമയത്താണ് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്, ഈ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. കാരണം വെറും ഡെവലപ്മെൻറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് എന്തിനാവശ്യം, നമുക്കും വരും തലമുറക്കും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പം അതാണ് നിലനിൽക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം അത് ഏറ്റവും മികച്ചതും അതുപോലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടതും ആയിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രവർത്തിക്കുന്നതിലെ. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു ഐഡിയ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തത് ഹാൻസ് കാർ ഫോൺ കാർലോവിറ്റസ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. പിന്നീടാണ് ഈ ഒരു സസ്റ്റൈനബിൾ എന്ന് പറയുന്ന ഒരു വാക്കിന് ഒന്നുകൂടെ വിശാലമായിട്ടുള്ള അർത്ഥം ആര് കൊടുക്കുന്നത്, ബ്രൂട്ട്ലാൻഡ് റിപ്പോർട്ട് 1987 നമ്മൾ പറഞ്ഞല്ലോ, അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. അത് സമർപ്പിച്ചതാണ് ആരാണ്, ഗ്രോ ഹാളൻ ബ്രൂട്ട്ലാൻഡ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഇതിനൊക്കെ ഒന്നുകൂടെ ഒരു വിശാലാടിസ്ഥാനത്തിൽ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒന്നുകൂടെ വിശാലമാക്കി പറയുന്നുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ്. അതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് നീഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നുണ്ട്. അഥവാ മനുഷ്യന്മാർക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എംപ്ലോയ്മെന്റ് തുടങ്ങിയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിൽ തന്നെ എന്ത് പറയുന്നത് വെച്ചാൽ ഈ പൂറായിട്ടുള്ള ആളുകൾക്ക് ഒന്നും കൂടെ എന്ത് കൊടുക്കണം, നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള രീതിയിലും അതിൽ പറയുന്നുണ്ട്. കാരണം എങ്കിൽ മാത്രമാണല്ലോ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇക്വാലിറ്റി ആ ഒരു സമൂഹത്തിന്റെ ഇടയിൽ നടപ്പാക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യമാണ് അവിടെ അദ്ദേഹം പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിമിറ്റ്സ് ടു ഡെവലപ്മെന്റ്. ഈ ഡെവലപ്മെന്റിന് ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ശരിയല്ല, കാരണം ഒരു ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് അതിനേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും. അപ്പം ടെക്നോളജിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എൻവിറോൺമെന്റൽ കപ്പാസിറ്റി ആയിക്കോട്ടെ, എല്ലാത്തിനും എന്തുണ്ട്, ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് കൺസെപ്റ്റാണ് അദ്ദേഹം ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ പിന്നീടാണ് ഇതിൽ നമ്മുടെ യൂണിറ്റിലെ മെയിൻ ആയിട്ടുള്ള ഐഡിയ വരുന്നത് കോമ്പണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ നമുക്കറിയാം കോമ്പണൻസ് എന്ന ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൂന്ന് കാര്യമാണ് നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത്. ഈ മൂന്ന് കാര്യം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മൂന്ന് പില്ലേഴ്സ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. സോഷ്യൽ, ഇക്കണോമിക്കൽ, എൻവിറോൺമെന്റൽ പില്ലേഴ്സ്. മനസ്സിലായല്ലോ? ഈ മൂന്ന് കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വരണം കേട്ടോ. മൂന്ന് പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ, ഇക്കണോമിക്കൽ, ദെൻ എൻവിറോൺമെന്റൽ എന്ന് പറയുന്നത്. ഇവ മൂന്നും തമ്മിൽ ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പം ഹ്യൂമൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫുൾ എൻവിറോൺമെന്റിനാണല്ലേ. ഇപ്പോൾ ഫുഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഷെൽട്ടർ ആയിക്കോട്ടെ, എല്ലാം ആരിൽ നിന്നാണ് കൂടുതലായിട്ടും കിട്ടുന്നത്, എൻവിറോൺമെന്റിൽ നിന്ന് തന്നെയാണ്. അപ്പം ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവിറോൺമെന്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇക്കോണമി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് മൂന്നും തമ്മിൽ വെരി ഒരു അന്തർധാര, ഭയങ്കരമായിട്ടുള്ള ഒരു അന്തർധാര ഇവ മൂന്നിനും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് അതിൽ താഴെ പറയുന്ന മറ്റൊരു കാര്യമാണ് അജണ്ട 21 കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യുണൈറ്റഡ് നാഷൻസ് എല്ലാവരും കൂടെ കൂടിയിട്ടാണല്ലോ ഇങ്ങനെ അജണ്ട 21 എന്ന് പറയുന്ന ഒരു പുതിയ നയം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന്റെ സംബന്ധിച്ച് ഇതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട 4 ഘടകങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് സോഷ്യൽ ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെ ചോദിച്ചാൽ സോഷ്യലും ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഇപ്പം പോവർട്ടി ഒക്കെ ഇല്ലാതാക്കുക, പോവർട്ടി ഒക്കെ റിമൂവൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു സോഷ്യൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്ക് പെടുത്താൻ പറ്റും. പോവർട്ടി ഇല്ലാതാവുമ്പോൾ മാത്രമാണ് നല്ലൊരു സോഷ്യൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് പറയുന്നത് റിസോഴ്സ് കൺസർവേഷൻ എന്ന്. അപ്പം അതിൽ ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായാലും ഫോറസ്റ്റ്, വാട്ടർ, ഓഷ്യൻസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ പെടും. അപ്പം ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നത് റോൾ ഓഫ് മേജർ ഗ്രൂപ്പ്സ്. ഇതിലൊരുപാട് ഇപ്പം ഒരാൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സമൂഹം മാത്രം വിചാരിച്ചാൽ നടപ്പാവുന്ന കാര്യമല്ല. ഇതിൽ വിമൻസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുമോ, ഇല്ല. NGOs, ലോക്കൽ ബോഡീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും ഇതിൽ പങ്കുചേർന്നെങ്കിൽ മാത്രമേ ഇതെന്തായിട്ടുള്ളൂ ഒരു നല്ലൊരു മാത്രമായിട്ടുള്ളൊരു ഒരു പരിപാടിയായിട്ട് ഇത് മാറുള്ളൂ. ദെൻ നാലാമത് പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. അഥവാ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങൾ എപ്പോഴും ഉപയോഗിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് ആയിട്ട് ഇതിൽ പറയുന്നത്.
അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള മെയിൻ പോയിന്റിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് സോഷ്യൽ കോമ്പണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇത് ഇനി ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിച്ച് മാത്രം കേൾക്കുക. കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു സോഷ്യൽ കോമൺസിനെ കുറിച്ചിട്ട് എഴുതാൻ പറയുമ്പോൾ ഒരു 20 മാർക്സിന് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് എഴുതാൻ അറിയും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. കാരണം ഇതിൽ പറയുന്ന പല പോയിന്റുകളും നിങ്ങൾ മനസ്സിലൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നുള്ളൂ. പക്ഷേ ഒരു സോഷ്യൽ കോമൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്ലാനിങ് വേണം. അപ്പം അത് സെറ്റാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ സോഷ്യൽ കോമൺസ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഫസ്റ്റ് എന്താണ് പറയുകയാണെങ്കിൽ ഒരു ബിൽഡ് എ ജസ്റ്റ് ഈക്വൽ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ സൊസൈറ്റി എന്നുള്ളത് തന്നെയാണ് എന്ത് പറയുന്നത് സോഷ്യൽ കോമൺസ് എന്ന് പറയുന്നത്. അപ്പം ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്ത് പറയുന്നത് ഒരു സോഷ്യൽ കോമൺസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ട് പറയുന്നത്. ഇതിൽ കുറേ എലമെന്റ്സ് പറയുമ്പോൾ നമുക്ക് സോഷ്യലായിട്ടുള്ള ഒരു ഇക്വിറ്റി നിലനിർത്തുക, അല്ലെങ്കിൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, ലേബർ റൈറ്റ്സ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ഇതൊക്കെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കുക. ഈ ഒരു സോഷ്യലായിട്ടുള്ള കോമൺസിൽ നമുക്കൊക്കെ ഉൾക്കൊള്ളിക്കല്ലേ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നടക്കുന്നതോടൊപ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വരുന്ന ഇംപ്രൂവ്മെന്റും കൂടെയാണ് എന്ന് പറയുന്നത് സോഷ്യൽ കോമൺസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അമർത്യ സെൻ നിങ്ങൾക്കറിയാം ആയിരിക്കും, നമ്മുടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു എക്കണോമിക്സ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം 4 ഡയമെൻഷൻസ് പറയുന്നുണ്ട്. എന്തിനാണ് സോഷ്യൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എന്തിന് അദ്ദേഹം പറയുന്ന 4 ഡയമെൻഷൻസ് ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യമാണ് എന്ത് ആലോചിക്കുമ്പോൾ വരേണ്ടത്, നിങ്ങൾക്ക് സോഷ്യൽ കോമൺസ് ആലോചിക്കുമ്പോൾ വരേണ്ടത് എന്തൊക്കെ വരണം. ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈല് എന്താണ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചിട്ട് വരണം. പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ട് എല്ലാം നമ്മുടെ സാമൂഹിക വിഭാഗത്തിൽ വരുന്ന സംഭവം അതൊക്കെ വരണം. അതുപോലെ തന്നെ ഈ അമർത്യ സെന്നിന്റെ 4 ഡയമെൻഷൻസ് നമ്മുടെ മനസ്സിലേക്ക് കടന്നോടി വരണം. മനസ്സിലായല്ലോ? അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കി വെച്ചോളൂ, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളതാണ്. അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ ഹൗസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ജോബ്, സേഫ്റ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അഥവാ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഫ്രീഡം ഫ്രം പോവർട്ടി, അല്ലെങ്കിൽ ഫ്രീഡം ഫ്രം ഇൽനെസ്, അല്ലെങ്കിൽ ഫ്രീഡം ഫ്രം ഇല്ലിറ്ററസി ആയിട്ടുള്ള ഇതിൽ നിന്നൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം ആണ് ശരിക്കും ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിന് ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിന് അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, 5 ഫാക്ടേഴ്സ് നമ്മുടെ ടെക്സ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ചു പോകാട്ടോ. അപ്പോൾ 5 ഫാക്ടേഴ്സ്, ഈ ഒരു ക്വാളിറ്റി ലൈഫിനെ ബാധിക്കുന്ന 5 ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഒന്ന് പേഴ്സണൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം പേഴ്സണൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളും അദ്ദേഹത്തിൻ്റെ ഏജ്, ജെൻഡർ, ഹെൽത്ത്, ഡിസേബിലിറ്റി, ഇതിൽ നിന്നൊക്കെ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കില്ല. ഓരോ ആളുകൾക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവും. ഇതെല്ലാം അനുസരിച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും ഉതകമാകുന്ന രീതിയിൽ എന്താണ് നല്ല ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് എൻവിറോൺമെൻറ്റൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം നീഡ്സ് ചേഞ്ച് ബേസ്ഡ് ഓൺ ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റ് അനുസരിച്ച് എന്താണ് അവരുടെ ആവശ്യങ്ങളൊക്കെ മാറും. അപ്പം അതൊക്കെ നിറവേറ്റി കൊടുക്കുക. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ ലെവൽസ് അനുസരിച്ചും അവരുടെ ആവശ്യങ്ങൾ മാറും. അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻവിറോൺമെൻറ്റൽ ഡൈവേഴ്സിറ്റിയിൽ അവരെ ഇതിനെ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത് പറയുന്നത് സോഷ്യൽ ക്ലൈമറ്റ്. അതുപോലെ നമുക്ക് ഇപ്പം ജീവിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് വേണം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിലേഷൻസ് വേണം, പബ്ലിക് സർവീസ് വേണം. ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല ആളുകൾ ആ സമൂഹത്തിലുണ്ടാകും. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ഒരു കൂടിച്ചേരൽ നമുക്ക് നല്ല രീതിയിലുള്ള ജീവിതത്തിന് നമുക്ക് എന്താണ് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻസ് നമ്മൾ തമ്മിലൊക്കെ വേണം. ഈ ഒരു സംഭവങ്ങളൊക്കെ എന്താണ് ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതൊന്നും ഇല്ലാഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ റിലേഷണൽ ആസ്പെക്റ്റ് പറയുന്നുണ്ട്. അപ്പം ഇതിൽ പറയുന്നത് ബേസ്ഡ് ഓൺ കൾച്ചർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ നോംസിലൊക്കെ എന്താണ് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം അതിൻ്റെയൊക്കെ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, അവരുടെ സൊസൈറ്റിയിലുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദെൻ അഞ്ചാമത് പറയുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഒരു ഫാമിലിയിൽ എങ്ങനെയൊക്കെയാണ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നല്ല ഒരു വെൽബീയിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു വെൽബീയിങ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു എന്തുണ്ടാവുള്ളൂ, അവരുടെ ഒരു ലൈഫിൽ തന്നെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചെറിയ പോയിന്റുകളാണ് അതൊക്കെ. പക്ഷേ നമുക്ക് ഈ ഒരു 20 മാർക്കിന് എഴുതുമ്പോൾ നമുക്കതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് തന്നെ നല്ല രീതിയിലൊക്കെ എഴുതാവുന്നതാണ്. അപ്പം അതാണ് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിൽ പറയുന്ന 5 ഫാക്ടേഴ്സ്. സോ രണ്ടാമതായിട്ട് പറയുന്നത് ഇക്വാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു തുല്യത വേണം, സമൂഹത്തിനിടയിൽ എന്ത് വേണം, ഒരു തുല്യത വേണം. അപ്പോൾ അതിനെന്ത് വേണം, റിഡ്യൂസ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ഈ റിച്ച് ആയിട്ടുള്ള ആളുകളും പുവർ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറച്ചെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവിടെ ഇക്വാലിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, വീക്കായിട്ടുള്ള സെക്ടേഴ്സിലുള്ള ആളുകളെ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യെങ്കിൽ മാത്രമേ അവർ ഉയർന്ന് നല്ല രീതിയിലുള്ള ഒരു ലൈഫ് അവർക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റികൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള ആളുകളും ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അപ്പം അതിൽ
ലോകത്തുള്ള എല്ലാ സൊസൈറ്റിയിലും അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ടാവും. അപ്പം അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മൂല്യം അവരുടെ കാര്യത്തിന്. അപ്പം അത് കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റ്, നമ്മൾ അവരുടെ ഡൈവേഴ്സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇക്വാലിറ്റി, ഇത് രണ്ടുമാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് സോഷ്യൽ കൊഹഷൻ എന്നുള്ളതാണ്. അഥവാ സെൻസ് ഓഫ് ബിലോങ്ങിങ്, അഥവാ നമ്മൾ എത്രത്തോളം ഒരു പാർട്ടിസിപ്പേഷൻ, നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരു പങ്കാളികൾ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആവണം എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു തത്വമാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ആക്സസ് ടു പബ്ലിക് സർവീസസ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി, നമ്മൾ ആ സൊസൈറ്റി കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അവരുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കണം എന്നതിൻ്റെ ഒരു ആവശ്യകതയാണ് ഈ ഒരു സോഷ്യൽ കൊഹഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നാലാമതായിട്ട് പറയുന്നത് ഡെമോക്രസി ആൻഡ് ഗവർണൻസ്. ഡെമോക്രാറ്റിക് സിസ്റ്റംസ് എൻഷേഴ്സ് എന്ത് എൻഷുർ ചെയ്യണം, ബെറ്റർ പോളിസീസ് ഉണ്ടെന്നും, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസ് അലോക്കേഷൻ ഉണ്ടെന്നുള്ളതും, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടെന്നുള്ളത് ആര് ഉറപ്പുവരുത്തണം, ഡെമോക്രസിയും അതുപോലെ തന്നെ ഗവർണൻസും ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നല്ല ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു കോമ്പണൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദെൻ രണ്ടാമത് മെയിൻ പില്ലറായിട്ടുള്ള എക്കണോമിക് കോമ്പണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, എല്ലാ രാജ്യങ്ങളുടെയും ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലൂടെയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്കണോമിക് ആയിട്ടുള്ളൊരു ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പം ഇതിൻ്റെ ഇപ്പോൾ എത്രത്തോളം രാജ്യത്ത് എത്രത്തോളം എക്കണോമിക് ഉയർച്ചയുണ്ട്, ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ തിരിച്ചറിയാൻ എങ്ങനെ നോക്കിയിട്ടാണ്, ആ രാജ്യത്തിൻ്റെ GDP നോക്കിയിട്ട്, അല്ലെങ്കിൽ HDI ഒക്കെ നോക്കിയിട്ടാണ് ആ രാജ്യം എത്രത്തോളം മുൻപന്തിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ GDP എന്ന് പറയുമ്പോൾ ഇൻകം ഗ്രോത്ത് അറിയാൻ വേണ്ടിയിട്ട്, HDI എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്താണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ ഡെവലപ്മെൻറ്റ്. അപ്പം ആ രാജ്യം എത്രത്തോളം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മാനുഷികമായിട്ടും എത്രത്തോളം മുൻപന്തിയിലാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ക് പറയുന്ന മാർഗ്ഗങ്ങളാണ് ഈ GDP HDI എന്നുള്ളതൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു എക്കണോമിക് കോമൺസിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ്. ഇപ്പം ഈ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ പ്രോബ്ലം റൈസിങ് ഇൻകം ഇനീക്വാലിറ്റി, അഥവാ പാവപ്പെട്ട പൂറായിട്ടുള്ള ആളുകളും റിച്ച് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഭയങ്കരമായിട്ടുള്ളൊരു അന്തരമാണ് അവർ തമ്മിലുള്ളത്. അത് തന്നെയാണ് ഇതിൽ ഈ എക്കണോമിക്കലായിട്ടുള്ള ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആ ഒരു ഗ്യാപ്പ് നികത്താൻ ആർക്കും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഡാമേജ് ടു എൻവിറോൺമെൻറ്റ്, അത് എൻവിറോൺമെൻറ്റിൽ കൂടുതൽ ഡാമേജുകൾ ഉണ്ടാക്കാൻ അത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പം നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരും. അതൊക്കെ എന്താണ്, ആളുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണമാകും. അപ്പം അതൊക്കെ എന്താണ്, അവരുടെ കൾച്ചർ ഇല്ലാതാക്കാനും അവരുടെ ട്രഡീഷൻസിനെ ഇല്ലാതാക്കാനും ഒക്കെ കാരണമാകും. അപ്പം ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം കാണാനും പറയാനൊക്കെ നല്ല രസമാണെങ്കിലും ഒരു എക്കണോമിക്കലായിട്ട് അത് ആയിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കരം ഡേഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും അവസാനം അത് എത്തുക എന്നുള്ളതാണ്. പിന്നീട് പറയുന്ന കാര്യമാണ് എക്കണോമിക് കോമ്പണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ത്രൂ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എന്നുള്ളത്. അഥവാ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ഫാക്ടേഴ്സിലൂടെയൊക്കെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ എക്കണോമിക് ആയിട്ടുള്ള കോമ്പണൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത്. അതിൽ കുറച്ച് പോയിന്റുകൾ പറയുന്നത്, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതിലൊന്നാമത്തതാണ് എക്സ്പൊണൻഷ്യൽ എറ എന്ന് പറയുന്നത്, അഥവാ മോഡേൺ ചാലഞ്ചസ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ എന്ന് പറയുന്നത് പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. അഥവാ ഒരു ക്ലൈമറ്റ് ചേഞ്ച് മാത്രമല്ല ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പ്രോബ്ലംസ് പറയുന്നത് നമ്മുടെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്, അത് പോവർട്ടി, ഇതൊക്കെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പം ഈ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷന് കൂടുന്നതിലൂടെ എന്തുണ്ടാവും, ഫുഡിന് സ്കേഴ്സിറ്റി ഉണ്ടാവും, വാട്ടറിന് സ്കേഴ്സിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ അത് പോവർട്ടിക്ക് കാരണമാകുന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു പോവർട്ടിക്ക് കാരണമാകുമ്പോൾ അത് കൂടുതൽ ആരെയാണ് ബാധിക്കുന്നത്, നമ്മുടെ എൻവിറോൺമെൻറ്റിൽ തന്നെയാണ് ബാധിക്കുന്നത്. എൻവിറോൺമെൻറ്റ് ഡാമേജ് ആവാനും അതുപോലെ തന്നെ പല ആനിമൽസിൻ്റെയും ബയോഡൈവേഴ്സിറ്റി ഒക്കെ നഷ്ടമാവാനും ഇത് കാരണമാകുന്നുണ്ട്. അപ്പം ഒക്കെ ഉള്ളിൽ എന്താണ്, ഒക്കെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പം ചെറിയൊരു മാറ്റം പോലും എന്താണ് ഇൻഡസ്ട്രിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അത് കാരണമാകുന്നു എന്നുള്ള, സാമ്പത്തികമായിട്ട് വളരെ ഒരു വലിയ നഷ്ടം തന്നെ അത് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ പറയുമ്പോൾ ചെറിയ സംഭവങ്ങൾ പോലും വലിയ സാമ്പത്തികമായിട്ടുള്ളൊരു ഇടിവ് ഉണ്ടാവാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ചെറിയൊരു എണ്ണവിലയിൽ വരുന്ന ചെറിയൊരു മാറ്റങ്ങൾ പോലും സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലേ. അപ്പം ഇത് കാരണമായിട്ട് എന്താണ്, അപ്പോഴും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരിക ഈ പൂറായിട്ടുള്ള ആളുകളാണ്. ഈ പൂറായിട്ടുള്ള ആളുകളും ഈ റിച്ച് ആയിട്ടുള്ള ആളുകളും നമ്മളുടെ ഗ്യാപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതൊരിക്കലും അത് നികത്താൻ കഴിയുന്നില്ല ആർക്കും. അപ്പം ഇത് അതുപോലെ തന്നെ മറ്റ് നമ്മുടെ COVID-19 പോലുള്ള മാരക രോഗങ്ങൾ, എയ്ഡ്സ് പോലുള്ള രോഗങ്ങളൊക്കെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള പല നഷ്ടങ്ങൾക്കും നമുക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു എക്സ്പൊണൻഷ്യൽ എറ എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ പറയുന്നത്. ഇപ്പം അതുപോലെ രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റാണ് റോൾ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പം ഇതിലെ റോൾ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട്, അതുപോലെ അതിന് ഒരുപാട് കോട്ടങ്ങളും ഉണ്ടാവും. അപ്പം ഇവിടെ പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുമ്പം ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക,
ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു ലാർജ് ഒരു ഇൻഡസ്ട്രി എന്താണ് നല്ല ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു കമ്പനി, അതുപോലെ തന്നെ ഫിനാൻഷ്യലി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കമ്പനി, നല്ല നോളജ് ഉള്ള ഒരു കമ്പനി. അപ്പം അവിടെ എന്താണ് ഒരുപാട് ആളുകൾ അതിൽ ജോലി ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ അപ്പം അവർക്ക് ഈ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കമ്പനിക്ക് എന്താണ് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് പറ്റും. അതുപോലെ തന്നെ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാനും അങ്ങനത്തെ ഒരു ജനതയെ തന്നെ വാർത്തെടുക്കാനും ആ ഒരു കമ്പനിക്കൊക്കെ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഫിറ്റും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും തമ്മിലുള്ള ഒരു ബാലൻസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും. എക്സാമ്പിൾ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലുള്ള CSR പോലുള്ള കമ്പനികളൊക്കെയാണ് പറയുന്നത്. ഇങ്ങനത്തെ കമ്പനീസ് എന്താണ് കൂടുതലായിട്ടുള്ള ഒരു സൊസൈറ്റിക്കും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിലൊക്കെ കൂടുതലായിട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റോൾ ഓഫ് ഇൻഡസ്ട്രിയിൽ പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ പറയുന്ന പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവർ നല്ലൊരു കമ്പനി ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അവർക്ക് നല്ല ഒരു ഫാക്ടർ ആവാൻ അവർക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് അവർ ഇവിടെ പറയുന്നത്. ദെൻ മൂന്നാമത് പറയുന്നത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എക്കണോമിക്കലി ഒരു നമ്മൾ എന്താണ് ഒരു കുറച്ച് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ആ സർവീസ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വേണം എന്നുള്ളതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ലോ ആയിട്ടുള്ള ഡെപ്ത് ഉണ്ടാവാനേ പാടുള്ളൂ. അതുപോലെ തന്നെ അതിൽ വരുന്ന ഇംബാലൻസ്, ഇങ്ങനത്തെ സെക്ടേഴ്സിലൊക്കെ വരുന്ന ഇംബാലൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നല്ല രീതിയിൽ അത് സ്ഥിരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കുറച്ച് കാലത്തേക്ക് മാത്രമായാലും അതൊരിക്കലും ഒരു സസ്റ്റൈനബിൾ ആവില്ല. എല്ലാ കാലത്തും ഒരേ രീതിയിൽ അത് സസ്റ്റൈനബിലിറ്റി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തുണ്ടാവണം, അവർക്ക് പ്രൊഡക്ഷൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ വെൽഫെയർ തന്നെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പം വെൽഫെയർ പറയുമ്പോൾ നമുക്ക് ഫുഡ് ഷെൽട്ടറൊക്കെ നമുക്ക് അതിൽ പെടുത്താം. അപ്പോൾ അതിലൂടെയൊക്കെ എന്താണ് സ്ഥിരമായിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നൊക്കെ പറയാമല്ലേ നമുക്ക്. ഇതിൽ 3 പോയിന്റ്സുകളാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ്. റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണല്ലേ. അപ്പം അത് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് അതിൻ്റെ സ്ഥിരമായിട്ടുള്ള ലഭ്യത നമുക്ക് ഉറപ്പുവരുത്താം. അഥവാ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലാഭം, ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽ പോലത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ലാഭങ്ങൾ വീണ്ടും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യണം. ഈ റിന്യൂവബിൾ ആയിട്ടുള്ള വിഭവങ്ങളിൽ റീഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ അതിലൂടെ വീണ്ടും നമുക്ക് ഒരുപാട് കാലത്തേക്ക് അത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡാണ് ഈ റിന്യൂവബിൾ റിസോഴ്സസിലൂടെ പറയുന്നത്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കുറേ മരങ്ങളൊക്കെ നശിപ്പിച്ച് അവിടെ ഒരു ഫാക്ടറി ഉണ്ടാക്കി. അതൊരു ചെറിയ കാലത്തേക്കുള്ള ഒരു പ്രോഫിറ്റായിട്ട് കിട്ടും. പക്ഷേ അത് എക്കാലത്തും അതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിട്ട് നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതെപ്പോഴും ആ ഒരു പരിസ്ഥിതിക്ക് ഹാനികരമായിട്ട് അങ്ങനെ ചിലപ്പം നിലനിൽക്കുമ്പോൾ അതൊരിക്കലും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത് ആയിത്തീരില്ല എന്നുള്ളതാണ്. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എക്കാലത്തും ചെറിയ രീതിയിലെങ്കിലും ഉപകരിക്കാൻ പറ്റുന്ന രീതിയിൽ അതാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന രീതിയിൽ ഉപകരിക്കാൻ പറ്റുന്നതായിരിക്കുക എന്നുള്ളതാണ് അവരുടെ റിന്യൂവബിൾ റിസോഴ്സസിൽ പറയുന്നത്. ദെൻ ഇക്കോണമി തിയറി ആൻഡ് പോളിസി. ഇതിൽ ഇപ്പോൾ പറയുന്ന കാര്യമായിട്ട് 3 കാര്യങ്ങളാണ്. നമ്മളിതിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കുറച്ച് 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം മോറൽ ഇമ്പാരറ്റീവ്സ് അഥവാ ഒരു നൈതികമായിട്ടുള്ളൊരു ഉത്തരവാദിത്തം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് പബ്ലിക് പബ്ലിക്കിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ദ ഫോർമേഷൻ ഓഫ് സോഷ്യൽ വാല്യൂസ് നമ്മുടെ സോഷ്യൽ വാല്യൂസിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് മാത്രമല്ല, ശരിക്കും സമൂഹത്തിൻ്റെ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു രണ്ടാമത്തെ രീതിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ദെൻ മൂന്നാമത് പറയുന്നത് സർക്കുലർ ഇക്കോണമി അഥവാ റീസൈക്ലിങ്ങിലൂടെയുള്ള പ്രൊഡക്ഷൻ അല്ലേ. ഇതൊക്കെ നമുക്കറിയാം. പ്രകൃതി വിഭവങ്ങൾ എന്താണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. 3R എന്ന് പറയുന്ന സിദ്ധാന്തം: റെഡ്യൂസ്, റീയൂസ്, റീസൈക്ലിങ്. അപ്പം ഒരു സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ വീണ്ടും എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി അതിനെ ഉപയോഗിച്ച് അത് വീണ്ടും അങ്ങനെ ഒരു റീസൈക്ലിങ്ങിൻ്റെ ഒരു മെത്തേഡ്, ആ രീതിയാണ് സർക്കുലർ ഇക്കോണമി എന്ന് പറയുന്നത്. ദെൻ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത് കോർ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ്. ഇതിൽ പറയുന്നത് എന്താണ്, ഒരു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും എന്ത് സ്ട്രെസ് ഉണ്ടായാലും അത് നേരിടാനും അതിനെ റിക്കവർ ചെയ്യാനും ആ ഒരു സമൂഹത്തിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് അതിന് കൊടുക്കുന്ന ഒരു വിവരണം എന്ന് പറയുന്നത്. അപ്പം എന്ത് ഉണ്ടായാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് വേണം, ആ ഒരു സമൂഹത്തിന് വേണം. അഥവാ അവർ പ്രസൻറ്റ് ഫ്യൂച്ചർ നീഡ്സിനൊക്കെ നിറവേറ്റാൻ യോഗ്യതയുള്ളവരായിരിക്കും ചെയ്യും. അതുപോലെ തന്നെ ഒരിക്കലും പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യില്ല. അങ്ങനത്തെ ആളുകളെ സജ്ജമാക്കുക. അപ്പം അവരുടെ ഒരു കോർ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് പീപ്പിൾ സെൻറ്റേർഡ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ പീപ്പിളിൻ്റെ ആവശ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലതരത്തിലുള്ള ആളുകൾ അതിൽ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകും. അപ്പം അവരുടെ കൾച്ചറുകളൊക്കെ അനുസരിച്ച് വ്യത്യാസമായിരിക്കാം. എങ്കിൽ പോലും അതിലൊക്കെ പൊരുത്തപ്പെട്ടെന്നാണ് അവരുടെയൊക്കെ
എല്ലാ ജനങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം അവരുടെ എന്തുണ്ടാവേണ്ടത്, ഈ ഒരു ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് രണ്ടാമത് പറയുന്നത് റെസ്പോൺസീവ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്നത്, അഥവാ ആളുകൾ തന്നെ അതിൽ പങ്കാളിത്തം ഉള്ളവരായിരിക്കുക എന്നുള്ളത്. അഥവാ കൂടുതലായിട്ടും നമ്മുടെ പാവപ്പെട്ട ആളുകളെ കൂടുതലായിട്ട് സെൻട്രലൈസ് ആയിരിക്കണം അത് രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മൾട്ടി ലെവൽ പോവർട്ടി റിഡക്ഷൻ, മൂന്നാമത് പറയുന്നത് മൾട്ടി ലെവൽ പോവർട്ടി റിഡക്ഷൻ. ഇപ്പം ഈ ഒരു പോവർട്ടി റിഡക്ഷൻ എന്ന് പറയുന്നത് 2 ലെവലിൽ വേണം, അറ്റ്ലീസ്റ്റ് 2 ലെവലെങ്കിലും വേണം. മൈക്രോ ലെവലിൽ വേണം, അതുപോലെ തന്നെ മാക്രോ ലെവലിലും വേണം. മൈക്രോ ലെവൽ പറയുമ്പം ഇപ്പോൾ ഈ ഒരു പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലോക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയൊക്കെ ഉള്ള ഒരു ഇത്. അതുപോലെ മാക്രോ ലെവൽ എന്ന് പറയുമ്പം അതിൻ്റേതായിട്ടുള്ള പോളിസീസ് സിസ്റ്റംസൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു രീതി, ഈ 2 രീതികളും അവലംബിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ പാർട്ണർഷിപ്പ് പറയുന്നുണ്ട്. ഇപ്പം ഈ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു സംഭവങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിനെന്ത് വേണം, നല്ല പ്രൈവറ്റ് സെക്ടേഴ്സും അതുപോലെ തന്നെ NGOs പോലുള്ള ഈ സംഘടനകളൊക്കെ കൂടി ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഡൈനാമിക്, അതിൽ പറയുന്നത് ഇപ്പോഴത്തെ എന്താണ്, ലോകം അത്രയും വേഗതയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം വേഗതയ്ക്കനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള പോളിസീസും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിലൂടെ പറയുന്നത്. അതിൽ ലാസ്റ്റായിട്ട് പറയുന്നത് സസ്റ്റൈനബിൾ എന്ന് പറയുന്ന പോയിന്റ്, അഥവാ ലൈവ്ലിഹുഡ് സസ്റ്റൈനബിൾ ആവാൻ വേണ്ടിയിട്ട് 4 ഡയമെൻഷൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എക്കണോമിക്, സോഷ്യൽ, എൻവിറോൺമെൻറ്റൽ, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള. അപ്പം ഇത് 4 കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ലൈവ്ലിഹുഡ് സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൽ പറയുന്ന അവസാനത്തെ പോയിന്റ്. ദെൻ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് സസ്റ്റൈനബിൾ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് അറിയാം ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ ഗവൺമെൻറ് മാത്രമല്ല ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സും വലിയ രീതിയിലുള്ള പങ്ക് അവർ വഹിക്കുന്നുണ്ട്. അപ്പം അവർ ഈ കമ്പനീസൊക്കെ എന്താണ്, അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ പോളിസീസ് പലതും അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം CSR പോലത്തെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലത്തെ വലിയ കമ്പനികൾ ഇത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അവരുടെ ആക്ടിവിറ്റികൾ എങ്ങനെ വരച്ച് ക്ലീനിങ് ലേക്സ്, റിവേഴ്സ്, ട്രീ പ്ലാന്റിങ്സ്, അതുപോലെ തന്നെ ഈ ഒരു എൻവിറോൺമെൻറ്റലായിട്ടൊരു അവബോധം നൽകുന്ന പ്രോഗ്രാംസ്, ഇതിലൂടെയൊക്കെ എന്താണ് അവർ നല്ല രീതിയിൽ സമൂഹത്തെ വാർത്തെടുക്കാൻ അവരും തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്നതാണ് റെഗുലേഷൻസ് ആൻഡ് കറപ്ഷൻ. ഇതിൽ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യമാകുമ്പോഴാണല്ലോ ഇതിൻ്റെ കറപ്ഷന് പറയേണ്ട ആവശ്യമുള്ളൂ. ഒരു ഗവൺമെൻറ് നയങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അതിനിടയിൽ എന്താ നടക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള കറപ്ഷൻസ് നടക്കുന്നുണ്ട്. ഇതെന്താണ്, എൻഫോഴ്സ്മെൻറ്റ് ആയിട്ടുള്ള വിഭാഗങ്ങൾ വീക്കായതുകൊണ്ട് കാരണമാണ് ഇങ്ങനെ നടക്കാൻ കാരണം. അഥവാ ഇല്ലീഗലായിട്ടുള്ള പെർമിറ്റ്സ്, ലൈസൻസ് ഒക്കെ കാരണം പല കറപ്ഷൻസ് വളരെയധികം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരു വലിയ രീതിയിലുള്ള പൊല്യൂഷൻസിനും കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന മെഡിസിൻസൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, അവരുടെ കൊള്ളലാഭമല്ലേ അത് ആരെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, പാവപ്പെട്ട പൂറായിട്ടുള്ള ജനങ്ങളെയാണ്. എന്താണ് ഇങ്ങനെ ഒരു കറപ്ഷൻ ഉണ്ടാവാൻ കാരണം? ഈ ഒരു ട്രാൻസ്പാരൻസിൻ്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടബിലിറ്റി വീക്ക് ആകുമ്പോഴേ, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വീക്ക് ആകുമ്പോഴാണ് ഈ ഒരു കറപ്ഷൻസ് കൂടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റായിട്ട് പറയുന്നത് എൻവിറോൺമെൻറ്റൽ കോമ്പണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ് ഇതിലെ. ഇതിൽ പറയുന്ന മേജർ ആയിട്ടുള്ളൊരു ഇഷ്യൂ, അഥവാ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്, കോള്, പെട്രോള്, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒക്കെ ഉപയോഗം എന്തിലേക്ക് വഴിവെക്കുന്ന പറയുന്നത് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകും. അതെന്തിലേക്ക് വഴിവെക്കും, ലാസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്, ജോനാസ്ബർഗ് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എംഫസൈസ്ഡ് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ആ ഒരു കുറച്ച് പോയിന്റുകളാണ് അതിൽ അദ്ദേഹം മുൻഗണന നൽകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്ലാൻസ് ആണ് പറയുന്നത്. അപ്പം അത് കൂടുതലായിട്ടും മുൻഗണന നൽകുന്നത് ഈ പറയുന്ന പോയിന്റ്സിനൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോ ചെറിയ പോയിന്റുകളായിട്ട് ജസ്റ്റ് വായിക്കാം, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് പറയുന്നത് ചേഞ്ച് ഇൻ കൺസംഷൻ, അഥവാ കൺസംഷൻ ചേഞ്ച് ചെയ്യാം, അഥവാ റെഡ്യൂസ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അതുപോലെ തന്നെ കൺസംഷൻ. ഈ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതും കൺസംഷൻ ചെയ്യുന്നതും കുറയ്ക്കുക. പ്രത്യേകിച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അത് വളരെ കുറയ്ക്കണം എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലീനർ പ്രൊഡക്ഷൻ, അതിൽ പറയുന്നത് പ്രൊമോട്ട് എക്കോ ഫ്രണ്ട്ലി ഇൻഡസ്ട്രീസ്, എഫിഷ്യൻറ്റ് റിസോഴ്സസ് യൂസ് എന്നുള്ളതാണ്. അഥവാ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നിർമ്മാണത്തിലൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ പറയുന്നത്. ദെൻ ഇൻക്ലൂഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അഥവാ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് മാത്രമല്ല, അതിന് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസും അതുപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസും എല്ലാം മുഴുവനായിട്ടും ഒന്ന് ചേർന്ന്, ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തുക. ആരായിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ളൊരു വിശകലനം ആണ് അദ്ദേഹം
പറഞ്ഞു വെക്കുന്നത്. ദെൻ പ്രയോറിറ്റി സെക്ടേഴ്സ്, ഇതിൽ ട്രാൻസ്പോർട്ടിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം, കെമിക്കൽ വിഭാഗത്തിന് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. ദെൻ നാച്ചുറൽ റിസോഴ്സ് പ്രൊട്ടക്ഷൻ, നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോറസ്റ്റ്, വാട്ടർ, ലാൻഡ് തുടങ്ങിയിട്ടുള്ളതിനൊക്കെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ പറയുന്നത്. ദെൻ ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്, സ്ട്രെങ്തൻ ഹെൽത്ത് സിസ്റ്റം ടു ഫേസ് എൻവിറോൺമെൻറ്റ് ഡാമേജ് എഫക്റ്റ്. അതിനൊക്കെ ഡാമേജ് എഫക്റ്റുകളൊക്കെ ഉണ്ടാവാതിരിക്കുന്നതിന് മുന്നേ തന്നെ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഹെൽത്ത് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ, അഥവാ കണക്റ്റഡ് ആയിട്ടുള്ള എക്കോണമീസ് ആൻഡ് സൊസൈറ്റീസ് ഒക്കെ എല്ലാവരും ഒരുപോലെ ഗ്ലോബലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അതാണ് ഒരു ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു യൂണിറ്റി അതിന് അത്യാവശ്യമാണ്. അപ്പം ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പറയുന്നത്. ദെൻ സപ്പോർട്ട് ടു സ്മോൾ അയോലാൻഡ് സ്റ്റേറ്റ്സ്, അഥവാ ചെറിയ രീതിയിലുള്ള സ്റ്റേറ്റുകൾക്ക് അവർക്കൊക്കെ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുക, അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള രീതി പറയുന്നുണ്ട്. ദെൻ റീജിയണൽ എഫേർട്സ്, നമ്മുടെ ഇത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ആഫ്രിക്ക, അതുപോലത്തെ ലാറ്റിൻ അമേരിക്ക തുടങ്ങിയിട്ടുള്ള താഴെ തട്ടിലുള്ള രാജ്യങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ദെൻ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചിട്ട്, അഥവാ ഇംപ്രൂവ് പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഇത് അത്രയും ശക്തമായിട്ടുള്ള ഫ്രെയിംവർക്കും പോളിസീസിലൂടെ ഇതെന്താണ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് വളരെ മനോഹരമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹത്തിൻ്റെ ജോനസ്ബർഗിൻ്റെ പ്ലാനിലൂടെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. ദെൻ പിന്നീട് ഇതിൽ പറയുന്ന കുറച്ച് കാര്യം, അത് ഇമ്പോർട്ടൻസ് ആണോ ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഗ്രോത്ത് ആൻഡ് എൻവിറോൺമെൻറ്റ് പറയുന്നുണ്ട്. എന്താണ് ഈ ഗ്രോത്തും എൻവിറോൺമെൻറ്റും തമ്മിലുള്ളൊരു ബന്ധം, അതാണ് പറയുന്നത്. ദർ ഇസ് എ സ്ട്രോങ് ലിങ്ക് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ്, പോവർട്ടി റിഡക്ഷൻ, ഇതൊക്കെ തമ്മിൽ എന്താണ് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അഥവാ ഒരു പോവർട്ടി റിഡക്ഷൻ ഉണ്ടാകുമ്പം അത് എന്തിനെ സ്വാധീനിക്കും? എൻവിറോൺമെൻറ്റലായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് തന്നെ അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഈ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമ്പം അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻവിറോൺമെൻറ്റ് ഒരു സേഫ് ഗാർഡായിട്ട് പ്രവർത്തിക്കാനത് കാരണമാണ്. അപ്പം അതൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻ്റർ റിലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. പിന്നീട് പറയുന്നത് 3 ബേസിക് ഫാക്ട്സ് ദാറ്റ് ഗൈഡ് എക്കോ ഡെവലപ്മെൻറ്റ്. എക്കോ ഡെവലപ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുന്ന 3 ഫാക്റ്റുകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി കോസസ് പൊല്യൂഷൻ. അപ്പം ഇക്കണോമിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് പലതും എന്തിന് കാരണമാകുന്നുണ്ട്? പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പം ലീഡ്സ് ടു റിസോഴ്സ് ഡിപ്ലീഷൻ, അപ്പം കൂടുതലായിട്ട് അത് ഉപയോഗിക്കുമ്പം അത് ആ സാധനം കുറയാൻ അത് കാരണമാകും, അതാണ് പറയുന്നത്. ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത്, ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ തന്നെ സാധനങ്ങൾക്കൊക്കെ ഡിമാൻഡ് കൂടും. കാരണം തോനെ ആളുകൾ ഉണ്ടാകുമ്പോൾ തോനെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരും. അപ്പം അതെന്താണ്, അത് കൂടുതൽ വേസ്റ്റേജ് ഉണ്ടാക്കാൻ കാരണമാകും. അതുപോലെ തന്നെ എന്താണ് പറയുക, ആവശ്യങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും അത് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എൻവിറോൺമെൻറ്റൽ ഡാമേജ് ഈസ് ഇർറിവേഴ്സിബിൾ, അഥവാ കനോട്ട് ബി ഫുള്ളി റിപ്പയർഡ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എൻവിറോൺമെൻറ്റ് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മായ്ക്കാൻ പറ്റുമോ? എറേസർ എടുത്ത് മായ്ക്കാൻ പറ്റുമോ? ഇല്ല. അത് ഒരിക്കലും അത് ഇനി വീണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റും. പക്ഷേ ഉണ്ടായ ആ ഒരു ഡാമേജ് ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റൂലല്ലേ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇൻറ്റഗ്രേഷൻ ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതിൻ്റെ ഒരു ആവശ്യകതയെ പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് എന്ത് വേണം? നമ്മൾ പറഞ്ഞു, ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു കോപ്പറേഷൻ വേണം, ഒരു ഇൻറ്റഗ്രേഷൻ വേണം. തമ്മിൽ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ, നല്ലൊരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയുള്ളൂ. യെസ്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആശയം നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പം യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പാടെ കൂടിയിട്ട് 2030 അജണ്ട എന്നുള്ള രീതിയിൽ 2030 അജണ്ട എയിംസ് ടു ബാലൻസ് എന്തിനാണ് എക്കണോമിക്, സോഷ്യൽ, എൻവിറോൺമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനാണ് അവർ ഒരു പ്ലാൻ പദ്ധതികളൊക്കെ ഉണ്ടാക്കിയതുള്ളത്. അഥവാ ഈ ഒരു കീ പോളിസി ഷിഫ്റ്റ് എസ്കേപ്പ്, അഥവാ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു പദ്ധതി കുറച്ച് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് 4 കാര്യങ്ങളാണ് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. ആ ഒരു 4 കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഫണ്ടമെൻ്റൽ പോളിസിയും, അഥവാ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി തന്നെയാണ്. മസ്റ്റ് ബി ദ കോർ ഗോൾസ്. അത് തന്നെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ്. അഥവാ ഫണ്ടമെൻ്റൽ പോളിസി, ഈ ഒരു ഇൻറ്റഗ്രേഷൻ ത്രൂ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ പ്രധാനപ്പെട്ടത് എന്താണ്? ഫണ്ടമെൻ്റൽ പോളിസി എന്താണ്? സോഷ്യൽ ജസ്റ്റിസും അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി കൂടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ലോങ് ടേം ഫോക്കസ്. ഇതിൽ പറയുന്നത് മൂവ് ബിയോണ്ട് ഷോർട്ട്, അഥവാ നമുക്ക് ചെറിയ കാലഘട്ടത്തിലുള്ള ഒരു നല്ലൊരു മുന്നേറ്റത്തിന് പുറമെ നമുക്ക് എന്താണ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പരിണിത ഫലങ്ങളാണ് നമുക്ക് വേണ്ടത്. അതാണ് അതിൽ പറയുന്നത്. ദെൻ ബിയോണ്ട് GDP എന്നുള്ള പറയുമ്പം അപ്പം ഒരു എന്താണ് ഒരു യൂസ് ബ്രോഡർ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് GDP ഉപയോഗിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ HDI ഒക്കെ ഉപയോഗിക്കുന്നല്ലോ. അപ്പം ഈ GDP മാത്രം ഉപയോഗിക്കാതെ മറ്റുള്ള ഒന്നും കൂടെ വിശാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പം GDP മാത്രം നോക്കാതെ വേറുള്ള കാര്യങ്ങളിലുള്ള വികസന മുന്നേറ്റങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നാലാമതായിട്ട് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഇപ്പം അതിൻ്റെ ഒരു തിരിച്ചറിവ്, ലിമിറ്റഡ്
റിസോഴ്സസ് ആണ് നമുക്കുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവ്. റെക്കഗ്നൈസ് ദാറ്റ് നേച്ചർ റിസോഴ്സസ് ആർ ഫിനിറ്റ്, അഥവാ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് എന്നുള്ള തിരിച്ചറിവ് എന്താണ്, നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് വേണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണമെന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം, ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, അതുപോലെ തന്നെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, ഒരു പൊളിറ്റിക്കൽ എൻവറോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റണം, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള വിഷനിലൂടെ നമുക്ക് എന്താണ് അതൊക്കെ നമ്മൾ ഒക്കെ കൈകാര്യം ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഘടനാപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു എൻവിറോൺമെൻറ്റലായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് പൂർണ്ണമാക്കി നേടിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിന് ഒരു രാജ്യങ്ങളോ ഒരു സംസ്ഥാനങ്ങളോ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമല്ല. അത് ഒരുപാട് രാജ്യങ്ങൾ കൂടി ചേർന്ന് നല്ല തീരുമാനങ്ങളെടുത്ത് നല്ല രീതിയിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടെ നടപ്പാക്കുമ്പോൾ മാത്രമാണ് അത് നല്ലൊരു റിസൾട്ടിലേക്ക് വഴിവെക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും പറഞ്ഞ് ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി, എന്നാലും നമ്മൾ പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 1-2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ ഈ ഒരു യൂണിറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.